നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ യുകെയുടെ സഹായം ആവശ്യപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്ക് പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള ഒരു പ്രധാന വ്യാപാര പാത. ലോകത്തിന്റെ എണ്ണയുടെ 1/5 കടന്നു പോകുന്നത് ഈ പാതയിലൂടെ. ഈ കടലെടുക്ക് വഴി കഴിഞ്ഞ വർഷം പ്രതിദിനം കടന്നുപോയത് 20 ദശലക്ഷം ബാരൽ എണ്ണ. യുകെയിൽ കുടിയേറ്റ നിയമ പരിഷ്കാരത്തിൽ മുന്നറിയിപ്പുമായി പാർലമെന്ററി സമിതി. ബ്രിട്ടീഷ് പൗരത്വത്തിന് ഇനി കാത്തിരിക്കേണ്ടത് 10 വർഷം. ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ ലഭിക്കുന്നതിനുള്ള സമയപരിധി 5 വർഷത്തിൽ നിന്നും 10 വർഷമാക്കി മാറ്റി. ILR ലഭിക്കുന്നതിന് അധിക മാനദണ്ഡങ്ങൾ പുതിയതായി ഉൾപ്പെടുത്തി. വേഗത്തിൽ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കരുതെന്ന് കമ്മിറ്റി. യൂറോപ്യൻ യൂണിയൻ പൗരത്വവും ബ്രെക്സിറ്റ് സെറ്റിൽമെന്റ് സ്റ്റാറ്റസുമുള്ള ബ്രിട്ടീഷ് പൗരന്മാർക്ക് UK സന്ദർശിക്കാൻ ബ്രിട്ടീഷ് പാസ്പോർട്ട് ആവശ്യമില്ലെന്ന് ഹോം ഓഫീസ്. ഇരട്ട പൗരത്വമുള്ള എല്ലാ ബ്രിട്ടീഷ് പൗരന്മാരും ബ്രിട്ടൻ സന്ദർശിക്കുമ്പോൾ ബ്രിട്ടീഷ് പാസ്പോർട്ട് കൂടെ കരുതണമെന്ന പുതുക്കിയ ഉത്തരവ് എടുത്തുകളഞ്ഞു. ഏറെ വിവാദം സൃഷ്ടിച്ച പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നത് ഫെബ്രുവരി 25-ന്. ഇരട്ട പൗരത്വമുള്ളവർ ബ്രിട്ടൻ സന്ദർശിക്കുമ്പോൾ ബ്രിട്ടീഷ് പാസ്പോർട്ടോ അല്ലെങ്കിൽ 589 പൗണ്ട് മുടക്കി എൻഡൈറ്റ്മെന്റ് സർട്ടിഫിക്കറ്റോ കരുതണം. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ സൈനിക വിമാനങ്ങൾക്ക് വ്യോമപാത വിലക്കുമായി സ്വിറ്റ്സർലൻഡ്. US-ന്റെ സൈനിക വിമാനങ്ങൾക്കാണ് ആകാശപാതയിലെ വിലക്ക്. സ്വിറ്റ്സർലൻഡിലെ നിഷ്പക്ഷതയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചാണ് വിലക്കെന്ന് സ്വിസ് ഭരണകൂടം. ഞായറാഴ്ച 2 US സൈനിക വിമാനങ്ങൾക്ക് രാജ്യം അനുമതി നിഷേധിച്ചു. US-ഉം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം 3-ാം ആഴ്ചയിലേക്ക് കടക്കുന്നതിനിടെ വീണ്ടും ഇറാനെ പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനയുമായി ട്രംപ്. ഇറാനിലെ ഖാർഗ് ദ്വീപിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്നും ഇപ്പോൾ ഖാർഗിൽ നടത്തിയ ആക്രമണം ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ് ആണ് എന്നും ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ പ്രസ്താവന വ്യാപകമായ സംഘർഷങ്ങൾക്ക് ലോകമെമ്പാടുമുള്ള എണ്ണ വിതരണത്തിനും തടസ്സമാകും. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ ഇന്ത്യൻ നാവികസേന യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചു. ഹോർമുസ് കടലിടുക്ക് വഴി ഇന്ത്യയിലേക്കുള്ള ഇന്ധന വിതരണം തടസ്സപ്പെടാതിരിക്കുവാനും ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ഒഴിവാക്കാനുമാണ് ഈ അടിയന്തര നടപടി. നിലവിൽ 3 യുദ്ധക്കപ്പലുകൾ ഒമാൻ ഉൾക്കടലിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നും കപ്പലുകൾക്ക് അകമ്പടി സേവിക്കാൻ ഇവ സജ്ജമാണെന്നും റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിൽ പരിഹാസവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇന്നലെ പ്രധാനമന്ത്രിയുടെ ടൂർ അവസാനിച്ചു എന്നും അതുകൊണ്ടാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതെന്നാണ് പരിഹാസം. അമ്പലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥി ഉണ്ടാവുമോ എന്ന ചോദ്യത്തിൽ പ്രസക്തി തിരക്കി KC. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF പൂർണ്ണ സജ്ജമാണെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. MP-മാർ മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡ് ആണെന്നും ചെന്നിത്തല. കവടിയാർ കൊട്ടാരത്തിൽ വൻ കവർച്ച. 2 കോടി രൂപ വിലമതിക്കുന്ന സ്വർണ്ണ മോഷണം പോയി എന്ന് പരാതി. കൊട്ടാരത്തിലെ മുതിർന്ന അംഗമായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായിയാണ് പേരൂർക്കട പോലീസിൽ പരാതി നൽകിയത്. ഗൗരി ലക്ഷ്മി ഭായിയുടെ കൈവശമുണ്ടായിരുന്ന അമൂല്യമായ രത്നങ്ങൾ പതിച്ച സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയതെന്നാണ് വിവരം. വാർത്തകൾ വിശദമായി. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ സഹായം ആവശ്യപ്പെട്ട് UK സമീപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്ക് തുറന്നിടാൻ സഹായിക്കുന്നതിന് യുദ്ധക്കപ്പലുകൾ അയക്കണമെന്നാണ് ആവശ്യം. പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള ഒരു പ്രധാന വ്യാപാര പാതയാണ് ഈ കടലിടുക്ക്. ലോകത്തിലെ എണ്ണയുടെ 1/5 ഇതിലൂടെയാണ് കടന്നുപോകുന്നത്. കഴിഞ്ഞ വർഷം പ്രതിദിനം ഏകദേശം 20 ദശലക്ഷം ബാരൽ എണ്ണ ഈ കടലിടുക്ക് വഴി കടന്നുപോയി. ഇറാനുമായുള്ള സംഘർഷത്തിനിടയിൽ UK-യും മറ്റു രാജ്യങ്ങളോടും കടലിടുക്കിലേക്ക് കപ്പലുകൾ വിന്യസിക്കാൻ US പ്രസിഡന്റ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ഒരു പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു. 2 ആഴ്ച മുമ്പ് അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ ആദ്യമായി ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഈ കടലിടുക്ക് വഴി സഞ്ചരിക്കുന്ന നിരവധി കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. നിലവിൽ ഇത് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇത് എണ്ണവില ഉയർത്തുകയും ആഗോള സമ്പദ് വ്യവസ്ഥയിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. കുടിയേറ്റ നിയമ പരിഷ്കാരത്തിൽ മുന്നറിയിപ്പുമായി UK-യിലെ പാർലമെന്ററി സമിതി. ബ്രിട്ടീഷ് പൗരത്വത്തിന് 10 വർഷം കാത്തിരിക്കണം. ബ്രിട്ടനിൽ സ്ഥിര താമസത്തിനുള്ള ഇൻഫിനിറ്റി ലീവ് ടു റിമൈൻ ലഭിക്കുന്നതിനുള്ള അർഹതയ്ക്ക് ബ്രിട്ടനിൽ 5 വർഷം താമസിച്ചിരിക്കണമെന്നത് 10 വർഷമായി നീട്ടുന്നതാണ് ഈ പരിഷ്കരണം. ഇതിനോടൊപ്പം ILR ലഭിക്കുന്നതിന് ചില അധിക മാനദണ്ഡങ്ങളും പുതിയതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി ഒരു ഹ്രസ്വ വിശകലനം നടത്തിയിരുന്നു. രേഖാമൂലമുള്ള 5700 പ്രതികരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റിക്ക് ലഭിച്ചത്. സർക്കാർ നേരത്തെ നടത്തിയ പരിഷ്കരണങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളണമെന്നും ശരിയായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് ആവശ്യമെന്നും ധൃതിപ്പെട്ട് പരിഷ്കരണങ്ങൾ കൊണ്ടുവരരുതെന്നും വേണ്ടത് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. വ്യക്തവും യാഥാർത്ഥ്യബോധത്തോടു കൂടിയതുമായ നടപടികൾ സമയബന്ധിതമായി എടുക്കണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. 2026 ഏപ്രിൽ മുതൽ പുതിയ പരിഷ്കാരങ്ങൾ നിലവിൽ വരുമെന്നും സർക്കാർ പറയുമ്പോഴും അതിന്റെ വിശദാംശങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഉയർന്ന തോതിലുള്ള കുടിയേറ്റം നിയന്ത്രിക്കുക എന്ന സർക്കാരിന്റെ ഉദ്ദേശത്തെ മാനിക്കുമ്പോഴും ഈ പരിഷ്കാരങ്ങളുടെ പ്രത്യാഘാതം കടുത്ത അനിശ്ചിതാവസ്ഥയായിരിക്കുമെന്നാണ് കമ്മിറ്റിയുടെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. നിലവിൽ UK-യിൽ താമസിക്കുന്ന കുടിയേറ്റക്കാരെ ബാധിക്കുന്ന വിധത്തിൽ പിൻകാല പ്രാബല്യത്തോടെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്.
യൂറോപ്യൻ യൂണിയൻ പൗരത്വവും ബ്രെക്സിറ്റാനന്തര സെറ്റിൽമെന്റ് സ്റ്റാറ്റസുമുള്ള ബ്രിട്ടീഷ് പൗരന്മാർക്ക് UK സന്ദർശിക്കാൻ ബ്രിട്ടീഷ് പാസ്പോർട്ട് ആവശ്യമില്ലെന്ന് ഹോം ഓഫീസ്. നേരത്തെ ഇരട്ട പൗരത്വമുള്ള എല്ലാ ബ്രിട്ടീഷ് പൗരന്മാരും ബ്രിട്ടൻ സന്ദർശിക്കുമ്പോൾ ബ്രിട്ടീഷ് പാസ്പോർട്ട് കൂടെ കരുതണമെന്നത് നിർബന്ധമാക്കിയിരുന്നു. ഇതിൽ മാറ്റം വരുത്തിയാണ് പുതിയ ഇളവ്. ഫെബ്രുവരി 25 മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമം ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. ഇതനുസരിച്ച് ഇരട്ട പൗരത്വമുള്ളവർ ബ്രിട്ടനിൽ സന്ദർശിക്കുമ്പോൾ ബ്രിട്ടീഷ് പാസ്പോർട്ടോ അല്ലെങ്കിൽ 589 പൗണ്ട് മുടക്കിയ ഒരു എൻലൈറ്റ്മെന്റ് സർട്ടിഫിക്കറ്റോ കയ്യിൽ കരുതണം. UKയിൽ സെറ്റിൽമെന്റ് സ്റ്റാറ്റസ് ഉള്ളവർക്കടക്കം നിരവധി പേരെ ഈ നിയമം പ്രതികൂലമായി ബാധിച്ചിരുന്നു. ഇവരിൽ പലർക്കും ബ്രിട്ടീഷ് പൗരത്വം ലഭിച്ചിട്ടുണ്ട് എങ്കിലും ബ്രിട്ടീഷ് പാസ്പോർട്ട് ലഭിച്ചിരുന്നില്ല. ഇത്തരക്കാർ ബ്രിട്ടനിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അതിനാൽ ഇപ്പോൾ ഒരു പ്രതിവിധി ഉണ്ടായിരിക്കുന്നത്. EU പാസ്പോർട്ട് ഉപയോഗിച്ച് ഇവർക്ക് ഇനി ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. യൂറോപ്യൻ യൂണിയൻ, നോർവേ, ഐസ്ലാൻഡ്, ലിങ്സ്റ്റൺസ്റ്റൈൻ, സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഇപ്പോൾ ഇളവ് നൽകിയിരിക്കുന്നത്. വിദേശ പൗരന്മാർക്ക് ക്ഷേമ പദ്ധതികളിലെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് നിയന്ത്രിക്കുമെന്നും 3 പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമാക്കിയതോടെ ബ്രിട്ടീഷ് പൗരത്വത്തിനുള്ള അപേക്ഷകൾ റെക്കോർഡ് തലത്തിൽ നിൽക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ വർഷം പൗരത്വത്തിനായുള്ള 2,91,971 അപേക്ഷകളാണ് ഹോം ഓഫീസിന് ലഭിച്ചത്. 2024 ഇത് 2,53,757 ആയിരുന്നു. കുടിയേറ്റം ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായതോടെ NHS, ക്ഷേമ പദ്ധതികൾ, ഹൗസിംഗ് തുടങ്ങിയവയിലെ ആനുകൂല്യങ്ങൾ വിദേശ പൗരന്മാർക്ക് ലഭിക്കുന്നത് നിയന്ത്രിക്കാൻ ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും റിഫോം UKയും തമ്മിൽ മത്സരമാണ് നടക്കുന്നത്. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തെ തുടർന്ന് ആഗോള എണ്ണ വില ഉയർന്ന സാഹചര്യത്തിൽ ബ്രിട്ടനിൽ പെട്രോൾ വില വർധനവ് ചുറ്റിപ്പറ്റി സർക്കാരും പെട്രോൾ റീറ്റെയിലർമാരും തമ്മിൽ തർക്കം രൂക്ഷം. ചില പമ്പുകൾ അന്യായമായി വില ഉയർത്തി ലാഭം കണ്ടെത്തുകയാണെന്ന് സർക്കാർ ആരോപണത്തെ തുടർന്ന് വിളിച്ച യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും പെട്രോൾ റീറ്റെയിലേഴ്സ് അസോസിയേഷൻ പിന്മാറി. യുദ്ധ സാഹചര്യം മുതലെടുത്ത് ലാഭക്കച്ചവടം നടത്തുന്നതിന് അനുവദിക്കില്ല എന്നും അന്യായമായ വില വർധനവ് തടയാൻ മത്സര നിയന്ത്രണ അതോറിറ്റി സജ്ജമാണെന്നും ഊർജ്ജമന്ത്രി വ്യക്തമാക്കി. റീറ്റെയിലർമാരുടെ സംഘടനാ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടത്തുന്നത് പോലുള്ള ആരോപണങ്ങൾ പൊതുജനങ്ങൾ തെറ്റിദ്ധാരണ സൃഷ്ടിച്ചുവെന്നും ചില സ്ഥലങ്ങളിൽ പമ്പ് ജീവനക്കാരോട് അപമാനകരമായ പെരുമാറ്റം ഉണ്ടായതായും അവർ അറിയിച്ചു. നിലവിലെ ബുദ്ധിമുട്ടുകൾക്കിടയിലും ഉപഭോക്താക്കൾക്ക് മത്സരക്ഷമമായ നിരക്കിൽ ഇന്ധനം നൽകാൻ ശ്രമിക്കുകയാണോ എന്നാണ് സംഘടനകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി കാരണം ആഗോള എണ്ണ വിതരണത്തിലുണ്ടായ തടസ്സമാണ് പെട്രോൾ വില വർധനവിനുള്ള പ്രധാന കാരണം. ചില പമ്പുകളിൽ ലിറ്ററിന് 1.27 പൗണ്ട് മുതൽ 1.80 പൗണ്ട് വരെ വില വ്യത്യാസം കാണപ്പെടുന്നതായും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് ഓയിലിലും വില കുത്തനെ ഉയർന്നതോടെ ചില വീടുകളിൽ ചെലവ് ഇരട്ടിയായതായും പരാതി ലഭിക്കുന്നു. നിലവിൽ ഇന്ധന നികുതി ഫ്രീസ് ചെയ്യുമ്പോഴും സെപ്റ്റംബറിൽ അത് ഉയരാനുള്ള സാധ്യത സർക്കാർ പരിശോധിച്ചു വരികയാണ്. UKയിൽ ഇനി ഡ്രൈവിംഗ് തിയറി ടെസ്റ്റ് പാസ്സാകാൻ ഇനി ഫസ്റ്റ് എയ്ഡ് ചികിത്സയും അറിഞ്ഞിരിക്കണം. ഡ്രൈവിംഗ് ടെസ്റ്റിൽ ജീവൻ രക്ഷാ ഫസ്റ്റ് എയ്ഡുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന പുതിയ തിയറി പരീക്ഷ കൂടി ഉൾപ്പെടുത്താൻ ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ സ്റ്റാൻഡേർഡ് ഏജൻസി തീരുമാനിച്ചു. പ്രത്യേകിച്ചും CPR നൽകേണ്ടത് എങ്ങനെയെന്നും ഒരു ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫ്രിയേറ്റർ ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്നും ആർക്കെങ്കിലും റോഡിൽ വെച്ച് ഹൃദയാഘാതം ഉണ്ടായാൽ എന്തു ചെയ്യണം എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചോദ്യങ്ങളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിരത്തുകളിൽ അപകടങ്ങൾ മൂലമുണ്ടാകുന്ന അടിയന്തര സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുന്നതിൽ പൊതുജനങ്ങൾക്കിടയിൽ കൂടുതൽ അവബോധം ഉണ്ടാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് DVSA വ്യക്തമാക്കുന്നു. അതുവഴി അപകടത്തിൽ പെടുന്നവർക്ക് പെട്ടെന്ന് തന്നെ അടിയന്തര സഹായം എത്തിക്കാൻ കഴിയുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. അടിയന്തര ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞിരിക്കേണ്ടത് സുരക്ഷിതത്വവും ഉത്തരവാദിത്വപൂർണവുമായ ഡ്രൈവിംഗിന്റെ ഭാഗമാണ് എന്നാണ് DVSA ചീഫ് ഡ്രൈവിംഗ് എക്സാമിനർ മാർക്ക് വിൻ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ സൈനിക വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമപാത ഉപയോഗിക്കുന്നതിന് വിലക്കുമായി സ്വിറ്റ്സർലൻഡ്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ആകാശപരിധിയിൽ സ്വിറ്റ്സർലൻഡ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട US-ന്റെ സൈനിക വിമാനങ്ങൾക്കാണ് ആകാശപാതയിലെ വിലക്ക്. സ്വിറ്റ്സർലൻഡിലെ നിഷ്പക്ഷതയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചാണ് വിലക്കെന്ന് സ്വിസ് ഭരണകൂടം അറിയിച്ചു. ഞായറാഴ്ച 2 US സൈനിക വിമാനങ്ങൾക്ക് രാജ്യം അനുമതി നിഷേധിച്ചതായും എന്നാൽ 2 യാത്രാ വിമാനങ്ങൾ ഉൾപ്പെടെ 3 US വിമാനങ്ങൾക്ക് അനുമതി നൽകിയതായും സ്വിസ് ഭരണകൂടം വ്യക്തമാക്കി. അമേരിക്കയുടെ സൈനിക വിമാനങ്ങളുടെ അഭ്യർത്ഥനകൾ സ്വിസ് ഭരണകൂടം ചർച്ച ചെയ്തിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കപ്പെട്ട 2 അഭ്യർത്ഥനകൾ രാജ്യത്തിന്റെ നിഷ്പക്ഷതയുടെ നിയമം ചൂണ്ടിക്കാട്ടി. ഫെഡറൽ കൗൺസിൽ ഇക്കാര്യം നിരസിച്ചു എന്നും സ്വിസ് ഭരണകൂടം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. അതേസമയം 2 യാത്രാ വിമാനങ്ങൾ ഒരു മെയിന്റനൻസ് വിമാനത്തിനും അനുമതി നൽകിയിട്ടുണ്ട് എന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. ഇറാനിലെ ഖാർക്ക് ദ്വീപിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ US-ന് കഴിയുമെന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നേരത്തെ നടത്തിയ ആക്രമണങ്ങളിൽ ഈ സ്ഥലം ഏറെക്കുറെ നശിപ്പിക്കപ്പെട്ടുവെങ്കിലും
ഒരു രസത്തിന് വേണ്ടി ഗാർഹിനെ ഇനിയും പലതവണ ലക്ഷ്യം വെക്കാൻ സാധ്യതയുണ്ടെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. യുഎസും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം 3-ാം ആഴ്ചയിലേക്ക് കടക്കുന്നതിനിടെയാണ് ട്രംപിന്റെ പ്രസ്താവന എത്തിയത്. ഇത് മേഖലയിലെ വ്യാപകമായ സംഘർഷങ്ങൾക്കും ലോകമെമ്പാടുമുള്ള എണ്ണ വിതരണത്തിനുമുള്ള തടസ്സങ്ങൾക്കുമുള്ള ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇറാനിലെ പ്രധാന എണ്ണ കയറ്റുമതി ടെർമിനായ ഖാർഗ് ദ്വീപിന്റെ ഭൂരിഭാഗവും അടുത്തിടെയുള്ള യുഎസ് വ്യോമാക്രമണത്തിൽ പൂർണ്ണമായും തകർത്തു എന്നും NBC വ്യക്തമാക്കുന്നുണ്ട്. ഈ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാൻ തയ്യാറാണെന്ന് തോന്നുമെങ്കിലും വാഗ്ദാനം ചെയ്ത വ്യവസ്ഥകൾ യുഎസിന് സ്വീകാര്യമല്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. നിബന്ധനകൾ ഒട്ടും നല്ലതല്ല എന്നും നമുക്ക് കുറച്ചു തവണ കൂടി രസത്തിന് വേണ്ടി ആക്രമിക്കാമെന്നും ട്രംപ് പറഞ്ഞു വെക്കുന്നു. ഇറാന്റെ തെക്കൻ തീരത്ത് നിന്നും ഏകദേശം 30 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഖാർഗ് ദ്വീപ് രാജ്യത്തിന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ ഏകദേശം 90% കൈകാര്യം ചെയ്യുന്നുണ്ട്. ലോകത്തിന്റെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 1/5 കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്കിന് സമീപമാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടായാൽ ലോകത്തിലെ ഊർജ്ജ വില കുത്തനെ ഉയരാം. ഇത് അന്താരാഷ്ട്ര വിതരണ ശൃംഖലകളെ ബാധിക്കും. സമീപ വർഷങ്ങളിൽ ഈ മേഖലയിൽ നടന്ന ഏറ്റവും ശക്തമായ ബോംബാക്രമണങ്ങൾ ഒന്നാണ് എന്നും US ഉദ്യോഗസ്ഥർ വിശേഷിപ്പിച്ചു. ഇറാൻ യുദ്ധം 3 ആഴ്ചയിലേക്ക് കടക്കവേ പശ്ചിമേഷ്യയിലേക്ക് 2500 മറീനുകളെയും ഒരു ആംഫിബിയൻ അസോർട്ട് കപ്പൽ US അയക്കുന്നു. ജപ്പാനിലുണ്ടായ 31-ാം മറീൻ എക്സ്പെർട്ട് യൂണിറ്റ് അംഗങ്ങളും USS ട്രിപ്പോളി എന്ന ആംഫിബിയസ് അസോർട്ട് കപ്പലും പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചു. കപ്പൽ തായ്വാൻ അടുത്തുകൂടി നീങ്ങുന്നുണ്ട് എന്നും ഇറാൻ അടുത്തെത്താൻ ഒരാഴ്ചയിലേറെ എടുക്കുമെന്നുമാണ് റിപ്പോർട്ട്. യുദ്ധത്തിനായി പട്ടാളക്കാരെ കരയിൽ ഇറക്കുവാനും നാവിക വ്യോമസേനകളെ സഹായിക്കാനും ഒരുപോലെ കഴിയുന്നവയാണ് ആംഫിബിയസ് അസോർട്ട് കപ്പലുകൾ. അതിനാൽ മറീൻ എക്സ്പ്ലോറേറ്ററി യൂണിറ്റിനൊപ്പം ട്രിപ്പോളിയും അയക്കുന്നത് ഇറാനിൽ കരയുദ്ധം ആരംഭിക്കാൻ പോകുന്നതിന്റെ സൂചന കൂടിയാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. അതേസമയം സ്ഥാനപതി കാര്യാലയങ്ങൾക്ക് സുരക്ഷയൊരുക്കാനും പൗരന്മാരെ ഒഴിപ്പിക്കുവാനും ദുരന്തമുഖത്ത് സഹായം എത്തിക്കുവാനും ഈ മറീൻ യൂണിറ്റുകൾ ഉപയോഗിക്കാമെന്നും റിപ്പോർട്ടുണ്ട്. വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൻ ഉൾപ്പെടെ US നാവികസേനയുടെ 12 യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ അറബിക്കടലുണ്ട്. പശ്ചിമേഷ്യയിലെ US സൈനാ താവളങ്ങൾ ആകെ എത്ര പട്ടാളക്കാരുണ്ട് എന്നത് വ്യക്തമല്ല. ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളത്തിൽ മാത്രം 8000-ഓളം പേരുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 122.56 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.15 യൂറോ. ഒരു US ഡോളർ 92.58 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 105.66 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.32 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 67.44 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ ഇന്ത്യൻ നാവികസേന യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചു. ഹോർമുസ് കടലിടുക്ക് വഴി ഇന്ത്യയിലേക്കുള്ള ഇന്ധന വിതരണം തടസ്സപ്പെടാതിരിക്കുവാനും ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ഒഴിവാക്കാനുമാണ് ഈ അടിയന്തര നടപടി. നിലവിൽ 3 യുദ്ധക്കപ്പലുകൾ ഒമാൻ ഉൾക്കടലിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നും കപ്പലുകൾക്ക് അകമ്പടി സേവിക്കാൻ ഇവ സജ്ജമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ പതാക വഹിച്ചുകൊണ്ടുള്ള ശിവാലിക്, നന്ദാദേവി എന്നീ LPG ചരക്ക് കപ്പലുകൾ കഴിഞ്ഞ ദിവസം നാവികസേനയുടെ യുദ്ധക്കപ്പലുകളുടെ അകമ്പടിയോടെ സുരക്ഷിതമായി ഹോർമുസ് കടലിൽ പിന്നിട്ടിരുന്നു. ഖത്തറിൽ നിന്നും ഏകദേശം 85,000 മെട്രിക് ടൺ ഗ്യാസുമായി വരികയായിരുന്നു ഈ കപ്പലുകൾ. വരും ദിവസങ്ങൾ ഗുജറാത്തിലെ മുന്ദ്ര, കട്ല തുറമുഖങ്ങളിൽ എത്തും. ഫെബ്രുവരി 28-ന് സംഘർഷം തുടങ്ങിയ ശേഷം ഇതാദ്യമായാണ് ഇന്ത്യൻ കപ്പലുകൾ നാവികസേനയുടെ നേരിട്ടുള്ള സുരക്ഷയിൽ ഈ കടൽപാതയിലൂടെ യാത്ര ചെയ്യുന്നത്. നിലവിൽ പേർഷ്യൻ ഗൾഫ് മേഖലകൾ നിരവധി ഇന്ത്യൻ കപ്പലുകൾ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഏകദേശം 23,000 ഇന്ത്യൻ നാവികർ വിവിധ കപ്പലുകളിലായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക്. പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് കണക്ഷനും ഒപ്പം ഗാർഹിക LPG കണക്ഷനുമുള്ള വീടുകൾ LPG കണക്ഷൻ സറണ്ടർ ചെയ്യണമെന്ന നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയമാണ് ശനിയാഴ്ച ഇതു സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയത്. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷം കാരണം ഇന്ത്യയിലെ ഇന്ധന ഇറക്കുമതി തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഇന്ത്യയുടെ LPG ഇറക്കുമതിയെ ബാധിച്ചതായാണ് ഇത്തരമൊരു അടിയന്തര തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം. രാജ്യത്തെ നിലവിലെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായാണ് സർക്കാർ വിതരണ നിയമങ്ങളിൽ പുതിയ ഭേദഗതികൾ വരുത്തിയിരിക്കുന്നത്. ശനിയാഴ്ചത്തെ വിജ്ഞാപനം അനുസരിച്ച് PNG ഉപയോഗിക്കുന്നവർ പുതിയ LPG കണക്ഷൻ എടുക്കുന്നതാണ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരം ഉപയോക്താക്കൾ പൊതുമേഖലാ എണ്ണ കമ്പനികളിൽ നിന്നോ അവരുടെ വിതരണക്കാരിൽ നിന്നോ സിലിണ്ടർ റീഫിൽ ചെയ്യാൻ പാടില്ല എന്നാണ് മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് കണക്ഷനുള്ള ഒരു വ്യക്തിയും LPG കണക്ഷൻ കൈവശം വെക്കാനോ സർക്കാർ എണ്ണ കമ്പനികളിൽ നിന്ന് റീഫിൽ എടുക്കാനോ പാടുള്ളതല്ല. അങ്ങനെയുള്ളവർ തങ്ങളുടെ LPG കണക്ഷൻ ഉടൻ സറൗണ്ട് ചെയ്യേണ്ടതാണ് എന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. പാർലമെന്റിലും നിയമസഭകളിലും 33% വനിതാ സംവരണം അടുത്ത മണ്ഡല പുനർവിഭജനത്തിന് മുൻപ് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം. 2023 ബിൽ പാർലമെന്റിൽ പാസാക്കിയെങ്കിലും പുതിയ സെൻസസിനും തുടർന്നുള്ള മണ്ഡല പുനർവിഭജനത്തിനും ശേഷം മാത്രമേ നടപ്പാകൂ എന്നാണ്
നിയമത്തിൽ. 2027 സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് ജനസംഖ്യാ അടിസ്ഥാനത്തിലുള്ള മണ്ഡല പുനർവിഭജനം നടക്കേണ്ടത്. അതിനു മുൻപ് വനിതാ സംവരണം നടപ്പാക്കണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി വേണ്ടിവരും. അതിനായി സമവായം ഉണ്ടാക്കാനാണ് കേന്ദ്ര നീക്കം. വനിതാ സംവരണ ബില്ലിനോട് താൽപര്യമുള്ളതിനാൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇതിനോട് തത്വത്തിൽ യോജിപ്പുണ്ടാകുമെന്നാണ് വിവരം. ഇന്ത്യ സഖ്യത്തിലെ വിവിധ പാർട്ടികളുമായി ചർച്ച നടത്തുകയാണെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. അതേസമയം ഭരണകക്ഷിയിൽ BJP ആണ് ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നത് എങ്കിലും ഇതുവരെയും NDAയുടെ മുഖ്യ ഘടകകക്ഷിയായ JDUമായോ DDPയുമായോ അവർക്ക് ആശയവിനിമയം നടത്തിയിട്ടില്ല. സർക്കാർ നിലപാടിനൊപ്പമാകും തങ്ങളെന്ന് ഇരു പാർട്ടികളും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ പ്രധാനമന്ത്രിയുടെ ടൂർ അവസാനിച്ചു എന്നും അതുകൊണ്ടാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കുറച്ചു കാലങ്ങളായി കമ്മീഷൻ ഇങ്ങനെയാണ് എന്നും തെരഞ്ഞെടുപ്പിന് UDF സമ്പൂർണ്ണ സജ്ജമാണെന്നും KC. സ്ഥാനാർത്ഥി പട്ടിക അന്തിമഘട്ടത്തിലാണ്. അമ്പലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഇപ്പോൾ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥി ഉണ്ട്. അത് G സുധാകരൻ ആണോ എന്ന് പറയാൻ ഞാൻ ജ്യോത്സ്യനല്ല. തെരഞ്ഞെടുപ്പ് കാലത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാനാവില്ല. G സുധാകരന്റെ അഭിപ്രായം അദ്ദേഹത്തോട് ചോദിക്കണം. G സുധാകരന്റെ ആഗ്രഹം UDFന്റേതല്ല. പിണറായി വീണ്ടും വരണമെന്ന് കേരളം ആഗ്രഹിക്കുന്നില്ല. മൂന്നാമത് പിണറായി എന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF പൂർണ്ണ സജ്ജമാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. വിജ്ഞാപനം നേരത്തെ വരുമെന്നതാണ് കരുതിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം താമസിച്ചത് കൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അല്പം താമസിച്ചതെന്നും അദ്ദേഹം ഗുരുവായൂർ വെച്ച് മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചു. MP-മാർ മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കേരളത്തിൽ ആരുമല്ല, അത് ഹൈക്കമാൻഡാണ്. G സുധാകരന്റെ കാര്യത്തിൽ UDF ഘടകകക്ഷികളുമായി ആലോചിച്ച് വൈകാതെ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. UDFനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസത്തിന്റെയോ അമിത ആത്മവിശ്വാസത്തിന്റെയോ പ്രശ്നമില്ല. പിണറായി സർക്കാരിന്റെ അവസാനത്തെ ക്യാബിനറ്റിൽ എടുത്ത തീരുമാനങ്ങൾ നോക്കൂ. ഒന്നും നടപ്പായില്ല. ആളുകളെ കബളിപ്പിക്കാനാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് എടുക്കാത്ത തീരുമാനങ്ങൾ അവസാനത്തെ 2 ക്യാബിനറ്റിൽ എടുത്തു. ഇതൊന്നും നടപ്പാക്കാനല്ല. ഭരണം മാറാൻ പോവുകയാണെന്നും ഇതൊന്നും നടപ്പാക്കേണ്ടി വരില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. തിരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ തീരുമാനങ്ങൾ എടുക്കുകയാണ്. ആളുകളൊക്കെ വെറുതെ ഭൂമി പതിച്ചു കൊടുക്കുകയാണ്. തിരഞ്ഞെടുപ്പിൽ അടുത്തപ്പോൾ പത്രങ്ങളിലൊക്കെ 2-3 പേജ് പരസ്യമാണ്. ഇതിലൊന്നും ജനങ്ങൾ വീഴില്ല. ഭരണം മാറാൻ പോവുകയാണെന്നും ഭരണം മാറണം എന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കവടിയാർ കൊട്ടാരത്തിൽ വൻ കവർച്ച. 2 കോടി രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണം മോഷണം പോയി എന്ന് പരാതി. കൊട്ടാരത്തിലെ മുതിർന്ന അംഗമായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായിയാണ് പേരൂർക്കട പോലീസിൽ പരാതി നൽകിയത്. ഗൗരി ലക്ഷ്മിഭായിയുടെ കൈവശമുണ്ടായിരുന്ന അമൂല്യ രത്നങ്ങൾ പതിച്ച സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയതെന്നാണ് വിവരം. പാരമ്പര്യമായി കൈമാറി വന്നതും അത്യപൂർവമായ നിരവധി ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടവയിൽ ഉൾപ്പെടുന്നത്. പത്മനാഭ സ്വാമിയുടെ ചിത്രം കൊത്തിയ ആഭരണങ്ങളും വിദേശത്തു നിന്ന് കൊണ്ടുവന്ന ആഭരണങ്ങളും മോഷണം പോയവയിലുണ്ട്. 2025 നവംബർ മാസത്തിൽ ബംഗളൂരുവിൽ പോകുന്നതിന് മുൻപായി അലമാര തുറന്നപ്പോഴാണ് ആഭരണം നഷ്ടപ്പെട്ടതായി കണ്ടത്. തുടർന്ന് കൊട്ടാരത്തിൽ പരിശോധന നടത്തിയിട്ടും ആഭരണങ്ങൾ ലഭ്യമായില്ല. 2025 ഒക്ടോബർ നവംബർ മാസത്തിൽ കവർച്ച നടന്നു എന്നാണ് പരാതി. ആഭരണങ്ങൾ നഷ്ടമായ വിവരം നവംബറിൽ അറിഞ്ഞിരുന്നുവെങ്കിലും കൊട്ടാരത്തിനുള്ളിൽ തന്നെ കാണുമെന്ന് കരുതിയതിനാലാണ് പരാതി കൊടുക്കാൻ വൈകിയതെന്നാണ് കൊട്ടാരത്തിന്റെ വിശദീകരണം. തിരഞ്ഞിട്ടും ആഭരണങ്ങൾ കിട്ടാത്തതിനാലാണ് പോലീസിൽ പരാതി നൽകിയത്. ഇനി സ്പോർട്സ്. T20 ലോകകപ്പിൽ ദയനീയ പ്രകടനം കാഴ്ചവെക്കുകയും പുറത്താവുകയും ചെയ്തതിന് പിന്നാലെ പാക് താരങ്ങൾക്ക് പിഴ ശിക്ഷ ചുമത്തിയെന്ന വാർത്തകളിൽ പ്രതികരണവുമായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. പാകിസ്ഥാൻ താരങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം നിഷേധിച്ചിരിക്കുകയാണ് PCB. താരങ്ങളിൽ നിന്നും ഒരു പണവും ഈടാക്കിയിട്ടില്ല എന്നും ഇത്തരം റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്നും PCB പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. T20 ലോകകപ്പ് ടൂർണമെന്റിൽ ഗ്രൂപ്പ് 8 ഘട്ടത്തിൽ പുറത്തായതിനെ തുടർന്ന് ടീമിലെ ഓരോ താരത്തിനും 50 ലക്ഷം പാകിസ്ഥാൻ രൂപ വീതം പിഴ ചുമത്തി എന്നായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ഒരു താരത്തിനും പിഴ ചുമത്തിയിട്ടില്ല എന്നും അത്തരത്തിലുള്ള ഒരു തീരുമാനവും PCB മാനേജ്മെന്റ് എടുത്തിട്ടില്ല എന്നും ക്രിക്കറ്റ് ബോർഡ് വക്താവ് അമീർ മിർ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ UKയുടെ സഹായം ആവശ്യപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്ക് പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള ഒരു പ്രധാന വ്യാപാര പാത. ലോകത്തിന്റെ എണ്ണയുടെ 1/5 കടന്നു പോകുന്നത് ഈ പാതയിലൂടെ. ഈ കടലെടുക്ക് വഴി കഴിഞ്ഞ വർഷം പ്രതിദിനം കടന്നുപോയത് 20 ദശലക്ഷം ബാരൽ എണ്ണ. UKയിൽ കുടിയേറ്റ നിയമ പരിഷ്കാരത്തിൽ മുന്നറിയിപ്പുമായി പാർലമെന്ററി സമിതി. ബ്രിട്ടീഷ് പൗരത്വത്തിന് ഇനി കാത്തിരിക്കേണ്ടത് 10 വർഷം.
ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ ലഭിക്കുന്നതിനുള്ള സമയപരിധി 5 വർഷത്തിൽ നിന്നും 10 വർഷമാക്കി മാറ്റി. ILR ലഭിക്കുന്നതിന് അധിക മാനദണ്ഡങ്ങൾ പുതിയതായി ഉൾപ്പെടുത്തി. വേഗത്തിൽ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കരുതെന്ന് കമ്മിറ്റി. യൂറോപ്യൻ യൂണിയൻ പൗരത്വവും ബ്രെക്സിറ്റ് സെറ്റിൽമെന്റ് സ്റ്റാറ്റസുമുള്ള ബ്രിട്ടീഷ് പൗരന്മാർക്ക് UK സന്ദർശിക്കാൻ ബ്രിട്ടീഷ് പാസ്പോർട്ട് ആവശ്യമില്ലെന്ന് ഹോം ഓഫീസ്. ഇരട്ട പൗരത്വമുള്ള എല്ലാ ബ്രിട്ടീഷ് പൗരന്മാരും ബ്രിട്ടൻ സന്ദർശിക്കുമ്പോൾ ബ്രിട്ടീഷ് പാസ്പോർട്ട് കൂടെ കരുതണമെന്ന പുതുക്കിയ ഉത്തരവ് എടുത്തുകളഞ്ഞു. ഏറെ വിവാദം സൃഷ്ടിച്ച പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നത് ഫെബ്രുവരി 25-ന്. ഇരട്ട പൗരത്വമുള്ളവർ ബ്രിട്ടൻ സന്ദർശിക്കുമ്പോൾ ബ്രിട്ടീഷ് പാസ്പോർട്ടോ അല്ലെങ്കിൽ 589 പൗണ്ട് മുടക്കി എൻഡൈറ്റ്മെന്റ് സർട്ടിഫിക്കറ്റോ കരുതണം. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ സൈനിക വിമാനങ്ങൾക്ക് വ്യോമപാത വിലക്കുമായി സ്വിറ്റ്സർലൻഡ്. US സൈനിക വിമാനങ്ങൾക്കാണ് ആകാശപാതയിലെ വിലക്ക്. സ്വിറ്റ്സർലൻഡിലെ നിഷ്പക്ഷതയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചാണ് വിലക്കെന്ന് സ്വിസ് ഭരണകൂടം. ഞായറാഴ്ച 2 US സൈനിക വിമാനങ്ങൾക്ക് രാജ്യം അനുമതി നിഷേധിച്ചു. US-ഉം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം 3-ാം ആഴ്ചയിലേക്ക് കടക്കുന്നതിനിടെ വീണ്ടും ഇറാനെ പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനയുമായി ട്രംപ്. ഇറാനിലെ ഖാർഗ് ദ്വീപിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്നും ഇപ്പോൾ ഖാർഗിൽ നടത്തിയ ആക്രമണം ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ് ആണ് എന്നും ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ പ്രസ്താവന വ്യാപകമായ സംഘർഷങ്ങൾക്ക് ലോകമെമ്പാടുമുള്ള എണ്ണ വിതരണത്തിനും തടസ്സമാകും. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ ഇന്ത്യൻ നാവികസേന യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചു. ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ത്യയിലേക്കുള്ള ഇന്ധന വിതരണം തടസ്സപ്പെടാതിരിക്കുവാനും ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ഒഴിവാക്കാനുമാണ് ഈ അടിയന്തര നടപടി. നിലവിൽ 3 യുദ്ധക്കപ്പലുകൾ ഒമാൻ ഉൾക്കടലിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നും കപ്പലുകൾക്ക് അകമ്പടി സേവിക്കാൻ ഇവ സജ്ജമാണെന്നും റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിൽ പരിഹാസവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇന്നലെ പ്രധാനമന്ത്രിയുടെ ടൂർ അവസാനിച്ചുവെന്നും അതുകൊണ്ടാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതെന്നാണ് പരിഹാസം. അമ്പലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥി ഉണ്ടാവുമോ എന്ന ചോദ്യത്തിൽ പ്രസക്തി തിരക്കി KC. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF പൂർണ്ണ സജ്ജമാണെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. MP-മാർ മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡ് ആണെന്നും ചെന്നിത്തല. കവടിയാർ കൊട്ടാരത്തിൽ വൻ കവർച്ച. 2 കോടി രൂപ വിലമതിക്കുന്ന സ്വർണ്ണ മോഷണം പോയി എന്ന് പരാതി. കൊട്ടാരത്തിലെ മുതിർന്ന അംഗമായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായിയാണ് പേരൂർക്കട പോലീസിൽ പരാതി നൽകിയത്. ഗൗരി ലക്ഷ്മി ഭായിയുടെ കൈവശമുണ്ടായിരുന്ന അമൂല്യമായ രത്നങ്ങൾ പതിച്ച സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയതെന്നാണ് വിവരം. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.